കായംകുളത്ത് ജനിച്ച വിഖ്യാത കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിന അനുസ്മരണം സാഗ ആർട്സ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത കാർട്ടൂണിസ്റ്റുകളായ പ്രൊഫസർ വി.സി. ജോണിനെയും പ്രേംജിത്ത് കായംകുളത്തെയും ആദരിച്ചു. കായംകുളത്ത് ജനിച്ച വിഖ്യാത കാർട്ടൂണിസ്റ്റ് ശങ്കറിന്റെ ജന്മദിനവും അനുസ്മരണവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. കായംകുളം സാഗ ആർട്ട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. കാർട്ടൂണിസ്റ്റ് പ്രേംജിത്ത് കായംകുളത്തിന്റെ വസതിയായ ഹമാരയിൽ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള അനുസ്മരണ സമ്മേളനം നടന്നു. പ്രശസ്ത കാർട്ടൂണിസ്റ്റുകളായ പ്രൊഫസർ വി.സി. ജോൺ, പ്രേംജിത്ത് കായംകുളം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഭദ്രൻ കാർത്തിക സ്വാഗതം പറഞ്ഞു. സുദർശനൻ ആലുംമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. നമ്മൾ ഭരിക്കുന്ന ഭരണകൂടമെന്നോ നമ്മളോട് ഒത്തു സഞ്ചരിക്കുന്നവരെ നോക്കാതെ അവരെ തിരുത്തൽ ശക്തിയാകേണ്ട ഒരു ഘടകമാണിത്. അനന്തമായ സാധ്യതകളാണ്. ഒരു 6 പേജ് ലേഖനം എഴുതിനേക്കാൾ ഇപ്പോൾ സാറിൻ്റെ ഒരു ലേഖനത്തിനോ ശ്രീ പ്രേംജിത്തിൻ്റെ ഒരു കുറിപ്പിനോ സാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സാധിക്കും, യാതൊരു സംശയമില്ല. ഈ പടുകൂറ്റൻ ലേഖനമൊന്നും വായിക്കാൻ ഇപ്പോൾ ആരും മെനക്കെടുന്നില്ല. വളരെ ഒതുങ്ങി വളരെ ഗുളിക പരുവത്തിൽ എന്തെങ്കിലും കഴിക്കാനുള്ള താല്പര്യത്തിരിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവരുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ കാലികമായ രാഷ്ട്രീയ വിഷയങ്ങൾ തന്നെ കൊടുക്കണം. അപ്പോൾ ആ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമല്ല, നമുക്ക് ആസ്വദിക്കാനുള്ള സോഷ്യൽ കാർട്ടൂണുകൾ വേണം, വിദ്യാഭ്യാസപരമായ കാർട്ടൂണുകൾ വേണം, ഇതെല്ലാം വേണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു ഊർജം സംഭരിക്കുന്നതിനുള്ള ചിന്താഗതിയോട് സാഗ ആർട്ട് ഗ്രൂപ്പ് ഇങ്ങനെ ഒരു തുടക്കം കുറിക്കുന്നു. വി.സി. ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. നമ്മുടെ ഭാരതത്തിൽ കാർട്ടൂണിങ്ങിന് അല്പമെങ്കിലും ഒരു സ്ഥാനം നേടിയെടുത്തത് ഒരു മലയാളിയായ നമ്മുടെ നാട്ടുകാരനായ കാർട്ടൂണിസ്റ്റ് ശങ്കറാണ് എന്നുള്ളത് അഭിമാനത്തോടുകൂടി നമുക്ക് എവിടെയും പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൽ പലരും ചിത്രകാരന്മാരും ഉണ്ടെന്ന് എനിക്കറിയാം. അവരോട് പരിഭവത്തോടു കൂടി അല്ലെങ്കിലും ഒരു കാര്യം, പണ്ട് മുതലേ കാർട്ടൂൺ ഹാസ്യ ചിത്രങ്ങളെന്നുള്ളത് എന്തോ ഒരു മൂന്നാന്തരം പൗരൻ എന്ന നിലയിലാണ് കാണപ്പെട്ടിരുന്നത്. ഇപ്പോഴും ഒക്കെ കുറേ ആൾക്കാർ അങ്ങനെ നോക്കിക്കാണുന്നുണ്ട്. ചിത്രകലയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ കാർട്ടൂണിസ്റ്റിന് ഉണ്ടായേ പറ്റൂ. അത് പലരും മറക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഈ ചിത്രകലയ്ക്ക് ഒരുപക്ഷെ ചരിത്രബോധം വേണമെന്നില്ല, പക്ഷേ കാർട്ടൂണിസ്റ്റിന് ചരിത്രബോധം ഉണ്ടായേ പറ്റൂ. വി.സി. ജോണിനെ ഭദ്രൻ കാർത്തികയും പ്രേംജിത്ത് കായംകുളത്തിനെ ഷമീർ ഹരിപ്പാടും ആദരിച്ചു. തുടർന്ന് പ്രേംജിത്ത് കായംകുളം നന്ദി പ്രസംഗം നടത്തി. അപ്പോൾ നമ്മൾ കാർട്ടൂണിസ്റ്റുകൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴുണ്ട്. അതൊക്കെ ജോൺ സാറും ശ്രീ സുദർശനും ഒക്കെ വളരെ ആധികാരികമായി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഓരോ പ്രശ്നം വരുമ്പോഴും, ഇപ്പോൾ പണ്ട് ഈ കൊന്നപ്പൂ പറഞ്ഞ പോലെ, വിഷുക്കാലമല്ലേ എനിക്ക് പൂക്കാതിരിക്കാനാവില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ, ഓരോ പ്രശ്നം വരുമ്പോഴും കാർട്ടൂണിസ്റ്റിൻ്റെ കൈകൾ ഇങ്ങനെ തിരിക്കും. അപ്പോൾ ഞാൻ ഈ മോദിയെപ്പറ്റിയും പിണറായിയെ പറ്റിയും ഈ ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരെ പറ്റിയുമൊക്കെ ഒരുപാട് കാർട്ടൂണുകൾ അപ്പോൾ ഇങ്ങനെ വരയ്ക്കാറുണ്ട്. ഏതാണ്ട് ഒരു 10-20ഓളം കാർട്ടൂൺ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് എവിടെയെങ്കിലുമൊക്കെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മക്കളുമൊക്കെ ഒറ്റയ്ക്കായി പോകുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനൊന്നും പബ്ലിഷ് ചെയ്യാത്തത്. അപ്പോൾ കാർട്ടൂണിസ്റ്റുകളൊക്കെ ഇപ്പോൾ വലിയ ഭീതിയിലാണ്. എങ്ങനെയാണ് എവിടെ നിന്നാണ് അടി വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ നോർത്ത് ഇന്ത്യയിലൊരു കാർട്ടൂണിസ്റ്റ് ഒരു മോദിയെ പിന്നെ വിമർശിച്ചുകൊണ്ടൊരു കാർട്ടൂൺ വരച്ചു. അദ്ദേഹം ഇപ്പോഴും അകത്താണ്. ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഹരികുമാർ കൊട്ടാരം, ഷെരീഫ്, ജോർജ്, ശശികുമാർ, സുരേഷ് കുമാർ, ശ്രീനിവാസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഷമീർ ഹരിപ്പാട് നന്ദി പറഞ്ഞു. പുഷ്പാർച്ചനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. CDNet ന്യൂസ്, കായംകുളം.